എല്ലാവർക്കും അതിൽഷൻ 12344 ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത് ഈ നാരങ്ങ അത് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ആ പുള്ളിയൊക്കെ മാറി നല്ല ക്ലീനായി കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ് ചൂടുവെള്ളം എടുത്ത് അതിലേക്ക് നമ്മൾ ക്ലീൻ ആക്കാൻ വെച്ചിട്ടുള്ള നാരങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ടെടുത്തിട്ടുണ്ട്. നാരങ്ങയുടെ വീഡിയോ ഇത് ഞാൻ കാണിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ നാരങ്ങപ്പെട്ടു. പിന്നെ അതിന് മേലെ കൂടെ നമ്മൾ കുറച്ച് കല്ലുപ്പിടുന്നുണ്ട്. പിന്നെ ഇതിന് മേലെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് അപ്പസോഡയാണ്. അപ്പോൾ ഞാൻ അപ്പസോഡ എടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പസോഡ ഇതുപോലത്തെ ചെറിയ സ്പൂണാണെങ്കിൽ ഒരു സ്പൂൺ ഇട്ടെടുക്കാം. ഒരു സ്പൂണ് ഞാൻ ഇവിടെ 2 സ്പൂണാണ് ഇട്ടെടുത്തുള്ളത്. അപ്പസോഡൊക്കെ നല്ല വിലയാണ്. അടുത്തതിലേക്ക് വെറും 2 ഇൻഗ്രീഡിയൻസ് ആണ്. അത് നമ്മളുടെ ചായപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. മഞ്ഞൾപ്പൊടി ഇതുപോലത്തെ സ്പൂണാണെങ്കിൽ 1/4 ടേബിൾ സ്പൂൺ വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നാരങ്ങയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി എത്രയാണ് ഇട്ടത് അത്ര മതി നമുക്ക് ചായപ്പൊടിയും. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ചൂടാണ്. നാരങ്ങ പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിത് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് നോക്കാം പുള്ളികളൊക്കെ മാറുമോ ഇല്ലയോ. അപ്പോൾ ഏകദേശം 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കാലം തന്നെ മറന്നു. അപ്പോൾ മൊത്തം അളകാതെ നിൽക്കണം. നമുക്കൊന്ന് ഇളക്കി കൊടുത്തോ.